അവിടെ വെച്ചാ മതി ഏട്ടാ. എന്തായി? നീ സേഫ് അല്ലേ? ആടി ഞാൻ സേഫാ. എന്തായി? പുള്ളി വണ്ടി നിർത്തിയിട്ട് ആരോടോ ഫോണിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പോ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അയാൾക്ക് വേറെ ആരെയും വിളിക്കാനും പാടില്ല. പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ഞാൻ പോവാ. ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ കൂടി ഫോണിൽ കണക്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേ. ഹലോ. ആ ചേച്ചി പറഞ്ഞോ. ഇന്ന് വന്നില്ലായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെന്ന് ബോധിപ്പിക്കാനാണ് ഞാൻ ഇന്നലെ ഫോൺ ചെയ്തത്. അല്ല, ആൻസിമോളിപ്പോ എവിടെയാ? ഒരു കാറ്റിന്റെ ശബ്ദമൊക്കെ എന്താ? ഞാനിപ്പോ ചേട്ടന്റെ തൊട്ട് പിന്നിലുണ്ട് ചേച്ചി. എനിക്ക് ചേട്ടന്റെ മുന്നിൽ കാണാം. ചേട്ടൻ ഇപ്പൊ മാമ്പ്ര ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള റോട്ടിൽ കൂടെ പൊക്കോണ്ടിരിക്കണ. ഇത് എങ്ങോട്ടേ പോണേന്നറിയോ ഈ റോഡ്? ആ വഴി കുറെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. ആ ശരി. പിന്നെ അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആലുവയും എറണാകുളം ഒക്കെയാ. പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി, തൃശ്ശൂര്. അപ്പൊ എറണാകുളം റൂട്ടിലേക്കാ പോണേ. ആ പുള്ളിയുടെ ഒരു വർക്ക് അങ്കമാലിയിലുണ്ട്. കൊറേ നേരം ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്നു. ഇത് എങ്ങോട്ടാ പോണേന്ന് അറിയത്തില്ല. ആ അതെ, ഇപ്പൊ ഒറ്റയ്ക്കാണോ? അല്ല ചേച്ചി, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ട്. അതായത് ചേച്ചി, എന്റെ പേര് ദീപ, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ചേച്ചി അന്ന് കൊണ്ടുപോയില്ലേ മരുന്ന് കഴിക്കാൻ, അങ്ങേരെ ശിഷ്യയാ. ചേച്ചി, ഞാൻ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന ആളാണ്. ഓ, ഏത് പടത്തിന്റെ? അത് റിലീസായിട്ടില്ല. അല്ല ചേച്ചി, കൊറോണ കഴിഞ്ഞ ഉടനെ ഉണ്ടാവും. അതെ, 2025. ഓ ചേച്ചി, എന്റെ പേര് ആതിര, ഇൻഷുറൻസ് പോളിസി നടത്തുക. ചേച്ചി, ഈ തയ്ച്ചു കിട്ടുന്ന കാശൊക്കെ എവിടെയാ വെക്കുന്നത്? അയ്യോ, അത് ഇവിടെ വീട്ടിലെ അരിപ്പെട്ടിയുടെ അകത്തേക്ക് വെക്കാറില്ലേ. ചേച്ചി, ആ OTP ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ. ചേച്ചി, എന്റെ സ്വന്തം നാട് ബോംബെ ആണേ. ചേച്ചി, വാക്സിൻ എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല, ഉടനെ എടുക്കണം. വാക്സിൻ എടുത്താലേ സോംബി ആയി പോവും. ചേച്ചി, വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് ഇവിടെ പ്രധാന പണി. ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ചേച്ചി ഒറ്റക്കല്ലാന്ന്? ചേച്ചിയുടെ കൂടെ വേറെ ആൾക്കാരുണ്ടെന്ന്. സൂക്ഷിക്കണം കേട്ടോ, പുള്ളി കാണുന്ന പോലെ അത്ര പാവുന്നല്ല. ഇനി എങ്ങനെയും കണ്ടു കഴിഞ്ഞാ പിന്നെ ഒരു ഇടവഴിയിലേക്ക് കയറുണ്ട്. എടി, നീ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ആടി, ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ പൊക്കോണ്ടിരിക്കണം. ഇപ്പോഴും ഫോണിലാണോ? ഇല്ലടി, ഇപ്പൊ ഫോൺ കട്ട് ചെയ്തു. പരിചയമില്ലാത്ത ഏതോ വഴി കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. അതെ, ഇങ്ങേർക്ക് ഇനി വേറെ വല്ല ഡൗട്ടും ആയോ? അമ്മ ഗെയിം കളിക്കാൻ ഫോൺ തരുമോ? ഇല്ല, പിന്നെ കളിക്കാം, ചെല്ല്. അമ്മ താ. ഇല്ല, ഇപ്പൊ ഇല്ല, ചെല്ല്, പിന്നെ കളിക്കാം. എന്നാ പോ. എന്തായി? എനിക്കറിയില്ല ഇത് എങ്ങടാ പോണേന്ന്. കൊറേ നേരം ഈ കാട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അത് മെയിൻ റോഡിലേക്കുള്ള വളഞ്ഞ വഴിയാണ്. എന്തിനാ ആ വഴി പോണേ? ഡേ, തിരിച്ചു വാ, വെറുതെ റിസ്ക് എടുക്കണ്ട. എനിക്ക് തോന്നുന്നു നീ ഫോളോ ചെയ്യുന്ന കാര്യം അയാൾക്ക് മനസ്സിലായോ? ഹലോ ഹലോ ഡി, കേൾക്കുന്നില്ല. ഹലോ ഹലോ. ഹലോ ഹലോ ഹലോ. റേഞ്ച് ഇല്ലല്ലോ. ഇനി അയാളെങ്ങാനും വല്ല ഫോൺ അടിക്കുന്നു.
ഹലോ എടി, ആ കുറ്റിക്കാട്ടില് റേഞ്ച് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് റേഞ്ച് വന്നത് ഫോണിന്. പണ്ടാണെങ്കിൽ ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ ചോദിച്ചു നിനക്ക് അതിൽ പറ്റിയതായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് ഇല്ല ചേച്ചി, ചേട്ടനിപ്പോ എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ മെയിൻ റോഡ് എത്തി. നീ ഇങ്ങേര് തിരിച്ച് വീട്ടിലേക്ക് പോവാണോ? അല്ലടി, ഇങ്ങനെ വല്ല പണിക്കാരെ പിക്കാൻ പോയായിരിക്കും. ഇത് ചേച്ചിയുടെ കുഴപ്പമാണ്. വെറുതെ ഇങ്ങനെ ആൾക്കാരെ സംശയിക്കാൻ പാടില്ല. നീ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് മുഖം കഴുകിയിട്ട് ജോലിക്ക് പോകാൻ നോക്ക്. ചേച്ചി, ഇതൊക്കെ ഇപ്പൊ വെറും തോന്നലാന്ന് മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞ കറക്റ്റാ. ചേച്ചിക്ക് തന്നെയാ കുഴപ്പം. ശരി. അമ്മ എനിക്ക് ചക്കര ഉണ്ടാക്കി തരുമോ? നിന്നോടല്ലേ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞേ, പിന്നെ ഉണ്ടാക്കി തരാം. ചെല്ലേ. നീ എവിടെയാ? ഡി, ഞാൻ അയാളുടെ പുറകെ തന്നെ ഉണ്ട്. അയാൾ അങ്കമാലി കാർണിവലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയേക്കാ. നീ ഇത് ഇതുവരെ വിട്ടില്ലേ? ഒന്നുമില്ലടി, ഇത്ര എത്തിയതല്ലേ. ഇതെന്താവുന്ന് നോക്കിട്ട് പോവാ. ഞാൻ പോട്ടോ. ഇനി ഇമാതിരി പൊട്ടത്തരം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. എടി എടി, എടി. ദേ ഒരു പെണ്ണ് ഓട്ടോറിക്ഷയിൽ ഒന്ന് ഇറങ്ങണു. എടി, ആ പെണ്ണെന്തോ പുള്ളിയെടുത്ത് സംസാരിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ദേ ബൈക്കിൽ കയറി പോകാനുള്ള പരിപാടിയാണ്. ദേ അവര് പോവാണ്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ചേച്ചീനെ വിളിച്ച് പറയാല്ലേ? അല്ലടി, ചേച്ചി ഇത് താങ്ങുവോ? രണ്ടും കൽപ്പിച്ചങ്ങ് പറ. പറഞ്ഞാ നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ. ഹലോ ചേച്ചി, സമാധാനത്തോടെ കേൾക്കണം. നമ്മള് സംശയിച്ചത് ശരിയാണ്. പീതാംബരൻ ചേട്ടന് വേറെ ബന്ധമുണ്ട്. ആരാണെന്ന് മനസ്സിലായാ? മുഖം മനസ്സിലായില്ല ചേച്ചി. ആ പെണ്ണ് മാസ്ക് വെച്ചേക്കായിരുന്നു. ഓ, എനിക്ക് സമാധാനായി. ഇത്ര നാളെ ഞാൻ ശ്വാസം മുട്ടി ജീവിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ? അതെ, എനിക്കൊരു കാര്യം കൂടെ ചെയ്തു തരണം. എന്താ? അതിന്ന് നേരിട്ട് കാണുമ്പോ പറയാം. അമ്മ അമ്മ എനിക്ക് ഒരു ചക്കര ഉണ്ടാക്കി തരുമോ? പിന്നെന്താ, ഒരു ചക്കടയാ? എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കി തരാലോ. പറയടി, എന്തായടി ചേച്ചി തകർന്നോ? ഏയ്, ചേച്ചി മുട്ട ഹാപ്പി ആയിരുന്നു. ഏതാണ്ട് SLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ പോലെ. അതിനടി ചേച്ചിക്കാണോ നമുക്കാണോ കുഴപ്പം? നമുക്കാ ഉറപ്പാ. വേണ്ടായിരുന്നു. ഞാൻ അടിച്ചെന്നാ 30 പേരോടും ഡോക്ടറുടെ ക്ലാസ്സിന് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞാലോ? അത് മാത്രല്ല, വേറെ എന്തോ ഒരു സഹായം കൂടി അവർക്കിപ്പോ വേണമെന്ന്. അതിനി എന്ത് പണ്ടാരമാണോ? ചേച്ചി, ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്താൽ പോരെ? അയ്യോ, എന്തിന് ചേച്ചി, നമ്മൾ പെണ്ണുങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭർത്താക്കന്മാരുടെ പീഡനം സഹിച്ച് ജീവിക്കുന്നത്? ചേച്ചിക്ക് ഇപ്പൊ തയ്ച്ചിട്ടാണേലും ജീവിക്കാലോ. പീതാംബരൻ ചേട്ടന്റെ പീഡനം സഹിച്ച് ജീവിക്കാനാണെങ്കിലേ ജീവിതകാലം മൊത്തം അനുഭവിക്കാനേ നേരം കാണുള്ളൂ. നോക്കിപ്പോ എന്റെ മോള് വലുതായിട്ട് അവൾ എനിക്ക് എന്തെങ്കിലും നിരക്കാത്ത ചെയ്ത് കഴിഞ്ഞാ നീ എന്റെ മോളല്ല, നീ ഇറങ്ങിപ്പോക്കോന്നൊക്കെ ഞാൻ പറയോ? ഇല്ലല്ലോ. അവക്കത് തെറ്റ് തിരുത്തി മനസ്സിലാക്കാനുള്ള സമയമൊക്കെ ഞാൻ കൊടുക്കണ്ടേ? പീതാംബരൻ ചേട്ടനെ എനിക്ക് വേണ്ടാന്ന് വെച്ച് പറഞ്ഞു വിടണമെന്നൊന്നുമില്ല. എനിക്ക് ഈ കെട്ടിയോന്ന് സംശയരോഗി നീ നാട്ടുകാർ പറയണ ദുഷ്പേര് അങ്ങോട്ട് മാറ്റണം, അത്രേ ഉള്ളൂ. അതിനിത് പോരെ? അത് കറുകുറ്റിയിലുള്ള അങ്ങേരുടെ ബന്ധുവിന്റെ മോളാണെന്ന് പറഞ്ഞാലോ? അതിന് കറുകുറ്റിയിലുള്ള ബന്ധുവിന്റെ മോളെ ഫോൺ വിളിച്ചു ചോദിച്ചാൽ പോരെ? കഴിഞ്ഞ ദിവസം എങ്ങാനും കാർണിവലിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു എന്ന്. അപ്പൊ അത് അങ്ങേരുടെ കൂടെ പണിക്ക് പോണ ആരെങ്കിലാന്ന് പറഞ്ഞാലോ? അപ്പൊ അത് പോരാ, ആ മാസ്കിന്റെ പിന്നിലുള്ള പെണ്ണെ നമ്മൾ ഈ നാട്ടുകാരുടെ മുന്നിൽ കൊണ്ട് നിർത്തണം. അതെങ്ങനെ? അത് വേണം. പിന്നെ പീതാംബരൻ ചേട്ടൻ എന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയുണ്ട്. മതി എല്ലാവരും അവിടെ വെക്കിട്ടരുത്. ഞാൻ സഹിച്ചോളാം. ഇവർക്ക് പറ്റുന്ന ഒരു ഡോക്ടറെ അടുത്ത് വരട്ടെ. എല്ലാം എന്റെ ഉറപ്പാ. ഞാനിത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ആരും അറിയാതെ ഇങ്ങനെ പോയനില്ലേ? നീ പിച്ചുമ്പയും പറയാതെ ഒന്ന് പോകാമോ? നീ എന്താണ് പറഞ്ഞത്? കണ്ടുപിടിച്ച ഒരു കുഴപ്പമില്ല. എന്താ നീ എന്താ കണ്ടുപിടിച്ചത്? ഇനി പറ, ആരായിട്ട് എനിക്ക് ബന്ധം? നീ തെളിവാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിലല്ലേ തെളിവ് കാണിക്കാൻ പറ്റുള്ളൂ. നീ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ വാ. ഈ തലേന്ന് തുണി തേക്കുന്നതും രാത്രി ഫ്രണ്ട്സിനെ വിളിക്കുന്നതും അല്ലാതെ ഈ പീതാംബരനെ സംശയിക്കാൻ വേറെ എന്ത് തെളിവാണ് സുനിതയുടെ കയ്യിലുള്ളത്? അതാണ് ഡോക്ടർ തെളിവാണിക്കാൻ പറയും. അതെ, ഇവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ടല്ലോ. ചേട്ടൻ എന്തിനാ ഇത്ര അധികം പൈസ? നിനക്ക് പ്രാന്താണോ? എനിക്ക് പല ബന്ധമുണ്ടോ? അയ്യോ, അടിക്കില്ലേ, ഇത് കൊച്ചിന്റെ മുന്നിൽ വെച്ച് അടിക്കില്ലേ? അയ്യോ, കൊച്ചിന്റെ മുന്നിൽ വെച്ചൊന്നും ചെയ്യില്ലേ? എനിക്കെതിരെ എന്ത് ബന്ധം കാണിക്കുന്നത്? എനിക്ക് തെളിവ് കാണിക്കണം.
അതിന് ആൻസിമോള് സഹായിക്കണം. അതിനിത് പോരാ. എന്നാ നമുക്ക് CCTV ഫുട്ടേജ് നോക്കിയാലോ? അതെങ്ങനെ ശരിയാവണേ? ആ സ്ത്രീക്ക് മാസ്ക് ഉണ്ടായിരുന്നില്ലേ? അത് ശരിയാടി. ശോ, ഡി നമുക്ക് അയാളുടെ പണിസ്ഥലത്ത് പോയി അന്വേഷിച്ചാലോ? അതെങ്ങനാടി? ആര് പോയി അന്വേഷിക്കാനാ? നീ പോവോ? ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി ഒരു ഓട്ടോറിക്ഷയിലല്ലേ പോയത്? അതെ. അതാവുമ്പോ ആ ഓട്ടോ നമ്പർ നമുക്ക് CCTV ഫുട്ടേജിൽ കാണില്ലേ? അതാവുമ്പോ നമുക്ക് ആ ഓട്ടോക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ട്രിപ്പ് എവിടുന്ന് തുടങ്ങിയെന്ന് മനസ്സിലാവല്ലോ. അത് ശരിയാണല്ലോ. അതെങ്ങനെ ശരിയാവാനാ? നമ്മൾ എന്തും പറഞ്ഞ് CCTV ഫുട്ടേജ് എടുക്കാനാ? അതൊന്നും ശരിയാവത്തില്ല. വേറെ എന്തെങ്കിലും ഐഡിയ പറ. നിങ്ങൾ ഇതും പറഞ്ഞിരുന്നോ? വാക്സിനെതിരെ പോസ്റ്റ് ഇട്ടേനെ. FB എന്നെ ബാൻ ചെയ്തേക്കുക. ഇനി എന്റെ കോൾ ലിസ്റ്റ് എടുക്കും. നിങ്ങൾ ഓരോരുത്തർക്കും കോൾ വരും. സീക്രട്ട് കമ്മ്യൂണിറ്റി സ്ട്രോങ് ആ മക്കളെ. എന്റെ പൊന്നു കോൺസ്പിറസി, ഫേസ്ബുക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത പോസ്റ്റ് ആരിട്ടാലും അത് റിമൂവ് ചെയ്യും. അതിലിപ്പോ ഇത്ര വലിയ കാര്യമൊന്നുമില്ല. അത് ശരിയാ. കോൾ ലിസ്റ്റ് എടുത്താലോ? അത് കൊള്ളാലോ. ആരുടെ? സീക്രട്ട് കമ്മ്യൂണിറ്റിയുടെയോ? അയ്യോ അല്ലടി, പിന്നെ ചേട്ടന്റെ. അത് കൊള്ളാലോ. നല്ല ഐഡിയ. അതെങ്ങനെ ശരിയാവാനാ? അതെന്താ? സൈബർ സെല്ലിൽ എന്തും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാനാണ് കോൾ ലിസ്റ്റ് എടുക്കാനായിട്ട്? അത് ശരിയാ. ചേച്ചി എന്ന ഹസ്ബൻഡിനെ സംശയമുണ്ട്, കോൾ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു ദിവസം ഇങ്ങനെ 100 കണക്കിന് കേസസ് വരുന്നതാ. ഓരോരുത്തന്മാരെ ഭാര്യ സംശയമുണ്ട്, ഭർത്താവിനെ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. വേറെ എന്തെങ്കിലും ഐഡിയ പറ. അപ്പൊ അത് നടക്കില്ല. അപ്പൊ ഇനി എന്തോ ഒരു വഴി. എൻ്റെ ഭാര്യയും മോളെയും വേണ്ടെന്ന് വെച്ച ഡോക്ടറെ അവളെ ഞാൻ പുറകെ പോയത്. അവളുടെ അപ്പനെ സൈബർ സെല്ലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവൾ അറിയാതെ അവളുടെ കോൾ ലിസ്റ്റിലെ എല്ലാ നമ്പറും എടുത്ത് അപ്പോഴറിയുന്ന ഡോക്ടറെ, അവൾക്ക് ഞാനല്ലാതെ കുറേ ഉമ്മമാരുണ്ട് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും. എൻ്റെ ഭാര്യയും മക്കളെ മറന്നിട്ട് അവളുടെ പുറകെ പോയെന്ന് അവൾ ചിന്തിച്ചില്ല ഡോക്ടറെ. എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റില്ല ഡോക്ടറെ. ഡി ഒരു ഐഡിയ ഉണ്ട്. ഒരാളുണ്ട്, എൻ്റെ ഒരു പേഷ്യൻ്റാ. ഡോക്ടറെ വാ പൊട്ടത്തിലൊന്നും പറഞ്ഞേക്കല്ലോ. വാ അത്തേക്ക് വാ. ഈ ഡോക്ടറാണ് ജീവിതം രക്ഷപ്പെടുത്തിയേ. ദിസ് വേ വാ. ഡോക്ടറാണ് ലൈഫ് രക്ഷപ്പെടുത്തിയത്. ഈ ഓഫീസ് പോയിട്ടൊരു പെട്ടിക്കടപ്പുറം തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫാമിലിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതിനുശേഷം ഒരു തുള്ളി പോലും ഞാൻ കരഞ്ഞിട്ടില്ല. സത്യം. ആക്ച്വലി ഒരു ഹെൽപ്പിന് വേണ്ടി വന്നാ. എന്ത് ഹെൽപ്പ്? ഇതെന്റെ ഫ്രണ്ടാ, ആൻസിമോള്. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവളെ ചതിച്ചിട്ട് പോയി. അപ്പൊ ആ കേസിന്റെ തെളിവിന് വേണ്ടിട്ട് നമുക്ക് കോൾ ലിസ്റ്റിന്റെ ഒരു കോപ്പി വേണമായിരുന്നു. അപ്പൊ ഈ കേസിന് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കോൾ ലിസ്റ്റിന്റെ ഐഡിയ എന്ന് പറയുമ്പം ഐഡിയുടെ ഐഡി വേണം, അതോ വോഡഫോണിന്റെ ഐഡി വേണം, എയർടെലിന്റെ ഐഡി വേണം? ഈ ഡോക്ടർ നമ്മുടെ ഐഡിയ അല്ല, നമ്മുടെ ചങ്കരുകൾ പറിച്ചു കൊടുക്കും. പക്ഷെ ഡോക്ടറെ, എന്റെ ഭാര്യ മക്കളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് അവൾ നിന്നെ ഡോക്ടർ എന്നോട് അങ്ങനെ ചെയ്തേ. എന്തൊരു ക്രൂരയായ സ്ത്രീയാണ് ഡോക്ടറെ അവള്. എന്റെ മനസ്സിന് ഡോക്ടറെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. ഡോക്ടറെ, കോൾ ലിസ്റ്റ് എടുക്കാൻ ഐഡി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നീ ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്? ഇതിന്റെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ലല്ലോ. നമ്മുടെ കാര്യം നടന്നില്ലേ, അതുപോലെ. ഇതൊരു ബ്രില്യന്റ് ഐഡിയ ആയിരുന്നല്ലേ? ഇടി കോൾ ലിസ്റ്റ് എടുക്കണം നമ്മൾ ഐഡിയ ഇല്ലേ, അത് വേറെ ലെവലായിരുന്നു. ചേച്ചി ഇതൊന്നും ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. ആക്ച്വലി ഒരു റോ ഏജന്റ് ആവാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സൈക്കോളജി പഠിച്ച സൈക്കാട്രിസ്റ്റ് ആയി. അതെ, ഞാൻ എന്തും പറഞ്ഞ് അങ്ങടേക്ക് ചെല്ലും. ഞാൻ വെറുതെ എന്ന് കഴിഞ്ഞാൽ തയ്ക്കണേച്ചക്ക് ഭയങ്കര സംശയം. ഒരു ഐഡിയ ഉണ്ട്. അതെന്താ?